ചില ആൾക്കാർക്ക് അങ്ങനെ ഗൾഫിൽ പോയിട്ട് വരുമ്പോഴാണ് ദീൻ തിരിയുന്നത്, അതുവരെ തിരിയൂല. ഗൾഫിൽ പോയിട്ട് ഇങ്ങോട്ട് വന്ന് കുറച്ച് കാശായി കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ വന്ന് അത്തഹിയാത്തിരിക്കുമ്പോൾ ആ വിരള് ഇതെവിടെന്നാ? പഴയ ഉഷാഫന്റെ പരസ്യം പോലെ ഇതെവിടെന്നാ കിട്ടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, കാട്ടറബികൾ നിന്റെ ദീൻ അവര് കാണിക്കുന്നതാണ് ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് പടവങ്കോട് വന്ന് ഉസ്താദിന്റെ മുമ്പ് കയറിയിട്ട് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് നിന്റെ ഹൃദയത്തിനകത്ത് ഈമാനുണ്ടോ എന്ന് തപ്പി നോക്കാനുള്ള സമയം കഴിഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും 10-15 വയസ്സ് കഴിയുന്ന മുമ്പ് ബുഖാരിയിലുണ്ടോ ബുഖാരിയിലുണ്ടോ? നമ്മളൊന്ന് ഓർത്തു നോക്കണം. സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്കും തട്ടിക്കളിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോളല്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച ബഹുമാനപ്പെട്ട ഷാഫി ഇമാം പറയുന്നത് അംഗീകരിക്കാൻ നിവർത്തിയില്ലാത്ത ഞാനും നിങ്ങൾ എവിടത്തെ ഹദീസിന്റെ ബന്ധുകൊണ്ടാ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലക്ഷക്കണക്കിന് ഹദീസ് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ റാവിയുടെ പേര് സഹിതം കുഞ്ഞുനാൾ മുതൽ മനപ്പാടമാക്കിയ ഷാഫി ഇമാം ഒരു ഹദീസ് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നിവർത്തിയില്ലാത്ത നമ്മൾ ലോകത്ത് പിന്നെ ഏത് സംഘടനാ നേതാവ് പറഞ്ഞ കുറെ മലയാളം പുസ്തകവും കശത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ചവിട്ടി തേക്കും എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടിരിക്കാൻ, അത് കണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കരുത്. അതുപോട്ടെ, ദീനുണ്ടെങ്കിലല്ലേ ബാക്കിയുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ. ഇവിടെ നിസ്കാരമില്ല, പിന്നെ ഇനി റസൂലുള്ളാഹിയെ കുറിച്ച് പറയണം. അത് നിസ്കാരം തുടങ്ങണ്ടേ? അള്ളാഹുവിന്റെ പള്ളിയിൽ കേറാൻ സമയമില്ല, നിസ്കാരമില്ല, ദീനുമായിട്ടൊരു ബന്ധവുമില്ല. പിന്നെയല്ലേ അള്ളാഹുവിന്റെ റസൂലിനെ ആര് ചവിട്ടിയാലും ആര് വെട്ടിയാലും ആര് കൊന്നാലും ആര് സാധാരണക്കാരനാക്കിയാലും ആര് ചവിട്ടിക്കളഞ്ഞാലും യാതൊരുവിധ പ്രശ്നവും മനസ്സിന്റെ അകത്ത് വരാറ് സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവര് അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഞാൻ മടങ്ങി വരട്ടെ. ഗൾഫ് രാജ്യത്തേക്ക് പോയി വരുന്നവർക്ക് എന്തേ ഇത്ര കടിയുണ്ടാകുന്നത്? ദീനിനെ കുറിച്ച് പറയുമ്പോൾ എന്തേ ഇത്ര മനസ്സിന്റെ അകത്ത് കുറച്ചിലുണ്ടാകുന്നത്? ചില ആൾക്കാര് ഗൾഫിൽ പോയിട്ട് വന്നിട്ട് സഫ് നിൽക്കുന്ന കാണണം. ഇതൊന്നും സഹോദരിമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, എങ്കിലും പള്ളിയിൽ പോകുന്ന ആണുങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവും. സഫ് നിൽക്കുന്നത് തന്റെ കാലിന്റെ ചെറിയ വിരൽ കൊണ്ട് അടുത്ത് നിൽക്കുന്ന ആളിന്റെ കാലിന്റെ ചെറിയ വിരൽ ചവിട്ടിയെങ്കിലേ സഫ് ശരിയാകൂ എന്നാണ്. ആ കാലം അങ്ങോട്ട് വലിക്കുമ്പോൾ അവൻ കാലം അങ്ങോട്ട് നീട്ടും. അങ്ങനെ നീണ്ട് 10 പേർക്ക് നിൽക്കാനുള്ള സഫ് അവനും അവന്റെ വാപ്പാക്കും വേണ്ടി മാത്രം. ഒരു കാലം അവിടെ, ഒരു കാലം ഇവിടെ, കൈകെട്ടി നിസ്കരിക്കുന്ന കാലമാ. എന്താ ദീനെന്ന് വിചാരിച്ചാൽ ഞാനും നിങ്ങളും മനസ്സിലാക്കിയത് തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പടവങ്കോട് പള്ളിയുടെ മുറ്റത്ത് വന്നവര് അല്ലാഹുവിന്റെ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാര് സാധാരണ വ്യക്തിത്വങ്ങളാണെന്ന ധാരണ ആരുടെയും മനസ്സിന്റെ അകത്ത് വന്നു പോകാൻ പാടില്ല. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ റൂഹി ഫിദാലക ഖായിദുൽ അബ്റാരി നഫ്സി ഫിദാക സയ്യിദുൽ അൻസാരി. അല്ലാഹുവിന്റെ റസൂൽ അങ്ങേക്ക് ഞാൻ എന്റെ ജീവൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ സച്ചരിതരായ സൽക്കർമ്മകാരികളാണ് സഹാബത്തിനെ പോലെ എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ലെങ്കിൽ മനസ്സറിഞ്ഞൊരു 10 സലാത്ത് ഒരു ദിവസം കൊടുക്കാനെങ്കിലും ഈ പാവപ്പെട്ട സമുദായം മനസ്സ് വെച്ചില്ലെങ്കിൽ ഇന്നനാ നർജു ഇലാ കഅസി ഹൗലിക ലില്ലതോ യൗമ നസിരി കിതാബിയ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് ചെല്ലുമ്പോ ആ വെള്ളം കുടിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ സവാരിയത്തിന്റെ മാലാഖമാർ അനുവദിക്കുകയില്ല. ആളിപ്പടരുന്ന സവാരിയത്തിന്റെ മാലാഖമാർ ആളിപ്പടരുന്ന നരകക്കുണ്ടാരത്തിലേക്ക് എന്നെയും നിങ്ങളെയും വലിച്ചെറിഞ്ഞു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് കണിശമായ തീരുമാനമെടുക്കുക. എന്തു സംഭവിച്ചാലും കുറഞ്ഞത് ഒരു ദിവസത്തിന്റെ പ്രഭാതത്തിലോ പ്രദേശത്തിലോ ഒരു 101 സലാത്ത് ചൊല്ലാതെ എന്റെ ദിവസത്തെ ഞാൻ അവസാനിപ്പിക്കില്ല. തീരുമാനിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാരും തീരുമാനിക്കും, ഒരുപാട് സമയമൊന്നും വേണ്ട. സഹോദരിമാര് തീരുമാനിച്ചു നോക്ക്. 101 സലാത്ത് ഒരു ദിവസം, രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും കുഴപ്പമില്ല. അള്ളാഹു ഒരുപാട് ബറക്കത്ത് തരും. സ്വലാത്ത് കൊണ്ട് മരിക്കുന്ന സമയം അള്ളാഹു മരണവേദന എളുപ്പമാക്കി തരും. റഹ്മത്തിന്റെ മാലാഖമാരെ ഇറക്കി തരും. സ്വലാത്ത് അധികരിപ്പിക്കുന്നത് കൊണ്ട് ചെയ്യുന്ന കച്ചവടത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും. മാരകമായ രോഗങ്ങൾ, ബുദ്ധിമുട്ട്, സാമ്പത്തിക പിരിമുറുക്കങ്ങൾ അള്ളാഹു മാറ്റിത്തരും. ഇന്ന് ഇതിനൊന്നും നേരമില്ലാതെ കിട്ടുന്ന കാശുകൊണ്ട്
സുഖിക്കണം, രസിക്കണം, രമിക്കണമെന്ന് പറഞ്ഞ് പിശാചിന്റെ പിന്തലമുറക്കാരായി പരക്കം പായുമ്പോഴാണ് അപകടമുണ്ടാകുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സലാത്ത് നിരന്തരം, പ്രത്യേകിച്ച് ഈ നിറഞ്ഞിരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിന്റെ ഒരു ഭാഗം നിറഞ്ഞു കവിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അതിലുപരി എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാർ, ആവേശത്തോടെ തീരുമാനിക്ക്, സ്വലാത്ത് മറക്കരുത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഒന്നാമത്തെ റൂഹ് അംബിയാ മുർസലീങ്ങളുടെ റൂഹ്. രണ്ടാമത്തെ റൂഹ് അർവാഹു ശുഹദാ, ശുഹദാക്കളുടെ റൂഹാണ്, രക്തസാക്ഷികളുടെ റൂഹാണ്. ദുനിയാവിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിച്ച് ആ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ആ ദീനിനു വേണ്ടി തന്റെ ശരീരത്തെ രക്തസാക്ഷിത്വമാക്കപ്പെട്ട സഹോദരങ്ങൾ, അവരാണ് ശുഹദാക്കൾ, അവരാണ് ഷഹീദുമാർ. അവരുടെ റൂഹിന്റെ അവസ്ഥ എന്താ? ഫഇന്നല്ലാഹ യജ്അലുഹാ ഫി അജ്വാഫിൻ തുയൂരിൻ ഖദിറാ. അവര് മരണപ്പെട്ടു പോയാൽ അവരുടെ റൂഹ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ഉടനെ പച്ച ചിറകുകളുള്ള സ്വർഗത്തിന്റെ ഒരു വിഭാഗം പക്ഷികളുണ്ട്. ആ പക്ഷികളുടെ ഉള്ളിലേക്ക് ആ റൂഹിനെ അല്ലാഹു കടത്തുന്നതാ. എന്നിട്ട് ആ പക്ഷികൾ വതദൂറു ബിഹാ ഫീ അൻഹാരിൽ ജന്ന, സ്വർഗത്തിന്റെ അരുവികൾക്ക് മുകളിലൂടെ ആ പക്ഷികൾ ഇങ്ങനെ പറക്കുന്നതാ. മാത്രമല്ല വതഅകുലു മിൻ സിമാരിഹാ, ആ സ്വർഗത്തിന്റെ ഭക്ഷണം ആ പക്ഷികൾ കഴിക്കുന്നതാ. വതശറബു മിൻ മായിഹാ, ആ സ്വർഗത്തിന്റെ വെള്ളം ആ പക്ഷികൾ കുടിക്കുന്നതാണ്. ആരാണ് ഷഹീദ് എന്ന് പറഞ്ഞാൽ? രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹുവിന് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തി ഭൗതികമായ മാനദണ്ഡങ്ങളെ മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് എന്റെ റബ്ബ് എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിന് വേണ്ടി എല്ലാ സുഖങ്ങളെയും വലിച്ചെറിഞ്ഞ് പോരാട്ട വീര്യത്തോടെ ഇസ്ലാമിന്റെ ശത്രുവിന്റെ മുന്നിൽ ആനന്ദവും ആർഭാടവും പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് ഈമാനിന്റെ ആഴമുള്ള കൽബ് ലോകത്ത് പണിந்து കാണിച്ചു കൊടുത്ത ഇസ്ലാമിന്റെ രക്തസാക്ഷിത്വം വരിച്ചവർ മക്കയിലേക്ക് മദീനയിലേക്ക് പോകുമ്പോൾ ഒരുപാട് രക്തസാക്ഷികളെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലാഹുവിന്റെ ഹബീബ് വല്ലാതെ കരഞ്ഞുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു. ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തെ പിച്ചി ചീന്തിയിട്ട് കരള് പുറത്തെടുത്തിട്ട് ചവച്ചരച്ച് വലിച്ചു ദൂരേക്ക് തുപ്പിയെറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞു പോയ ഒരേ ഒരു ഷഹീദിന്റെ പേര് ഹംസ റളിയല്ലാഹു അൻഹു എന്നാണ്. എന്നാൽ ഇന്ന് ചില വിവരം കെട്ടവര് ഹംസ റളിയല്ലാഹു അൻഹുവിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോയാ സലാം പോലും പറയാൻ നിൽക്കാറില്ല. കാരണം എന്തേ? സലാം പറയുന്നത് ശിർക്കാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന് സലാം പറഞ്ഞാൽ ശിർക്കായി. വേണ്ട, നിന്റെ സലാം കേൾക്കാൻ ഹംസ റളിയല്ലാഹു അൻഹു ഒരു താല്പര്യമില്ല. നീ അത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്ന് ബഹുമാനപ്പെട്ടവർക്കറിയാം. നീ സലാം പറയല്ലേ എന്ന് ഹംസ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെന്നിട്ട് അമ്മായിയമ്മയും മരുമോളും പിണങ്ങിയിരിക്കുന്ന പോലെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ ഭാഗത്തൊന്ന് ചെന്ന് നോക്കിയിട്ട് തിരിച്ചപ്പോഴേ വരിക. ഇതൊക്കെ പറയുമ്പോ സഹോദരിമാരെ, നിന്റെ കയ്യിൽ കിടക്കുന്ന 2 വള ഊരി വിറ്റാൽ ഇന്ന് ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരാം. ആർക്കും താല്പര്യമില്ലല്ലോ. ഭർത്താവിന്റെ കൂടെ വീഗാലാൻഡും ഹാപ്പി ലാൻഡും ഗോൾഡൻ വാലിയും ഗോൾഡ് ഇല്ലാത്ത വാലിയും മൊത്തവും കറങ്ങിയടിച്ച് നടന്ന് രാവിലെ മുതൽ രാത്രി വരെ വീഗാലാൻഡിന്റെ കൃത്രിമ കടലിന്റെ അകത്ത് ബെർമൂഡയിട്ട് നീന്തി കുളിച്ച സഹോദരനും സഹോദരിക്കും അവര് ചിലവഴിച്ചതിന്റെ ഒരു ഭാഗം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് ചിലവഴിച്ചിരുന്നു എങ്കിൽ പരിശുദ്ധ മക്കയും മദീനയും കണ്ട് സന്തോഷമായിട്ട് മടങ്ങി വരാമായിരുന്നു. താല്പര്യം വേണ്ടേ? അതിന് താല്പര്യം വേണം, മനസ്സ് നിറച്ച് ചിന്ത വേണം. എന്റെ പ്രിയപ്പെട്ടവരല്ലാതെ നടക്കൂല. ഞാനും നിങ്ങളും വിചാരിക്കുന്ന പോലെ അത്ര നിസാരമൊന്നുമല്ല അത്. കോടികളുള്ളവർക്ക് പോലും അതിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. അതിന് അള്ളാഹു ശരിയിട്ടുകൊണ്ട് അള്ളാഹു തിരഞ്ഞെടുക്കുന്നവർക്കാണ് ആ പുണ്യഭൂമിയിലേക്ക് പോയിട്ട് വരാൻ കഴിയുക. എല്ലാവരും നിയ്യത്ത് ചെയ്യ്. അവിടെ എത്തിയില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് ഒരർത്ഥവും വല്ലാഹി ഒരർത്ഥവുമില്ല. അതുകൊണ്ട് അവിടെ എത്തണം. സഹോദരിമാരൊക്കെയും അതിനു വേണ്ടി നിയ്യത്ത് ചെയ്യ്. ദുനിയാവ് ദുനിയാവ് ദുനിയാവെന്നും പറഞ്ഞ് ജീവിക്കാതെ
മക്കയിലും മദീനയിലൊക്കെ ചെന്നിറങ്ങുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദുനിയാവിന്റെ സകലമാന ചിന്തകളും മറന്നുപോകും. കാണണ്ടേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന ഖബർ കാണണ്ടേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്നത് കാണണ്ടേ. എന്ന് നിസ്കാരമില്ല, നോമ്പുമില്ല, ഒന്നുമില്ലെങ്കിലും ഏർവാടിയിലും ആറ്റിങ്കരയിലും ബസ് ടൂറിന് പോകണം എന്ന് പറയുമ്പോൾ ചാടി കയറാൻ മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ? ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ പോയിട്ട് കാണണ്ടേ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അടക്കിയിരിക്കുന്ന പരിശുദ്ധമായ സ്ഥലം പോയെന്ന് കാണണ്ടേ. എത്രയോ മഹാനുഭാവന്മാര് 15,000-ഓളം പ്രിയപ്പെട്ട സച്ചരിതരായ സഹാബത്ത് കിടന്നിറങ്ങുന്ന ജന്നത്തുൽ ബഖീന്റെ മുമ്പിലൂടെ നടന്നു പോകണ്ടേ. പറഞ്ഞിട്ട് അവരുടെ അരികിലൂടെ നടന്നു പോയിട്ട് പടവങ്കോടുള്ള പാവപ്പെട്ട വനിത പരിശുദ്ധ മക്കയിലെത്തി മദീനയിലെത്തി എന്ന് പറഞ്ഞ കണ്ണീരോടെ ദ്വാരക്കണ്ടേ. അതിനും നാണെന്റെ സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ റൂഹ് ശുഹദാക്കളുടെ റൂഹാണ്. ശുഹദാക്കളാകാൻ എല്ലാവർക്കും സാധിക്കുകയില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തവർക്കല്ലാതെ അള്ളാഹുവിന്റെ ഷഹീദ് എന്ന് പറയുന്ന പദവി അള്ളാഹു കൊടുക്കുകയില്ല. പിന്നെ ചിലർക്കൊക്കെ റഹ്മാനായ പടച്ച റബ്ബ് ജിഹാദ് ചെയ്യാതെ തന്നെ ഷഹീദിന്റെ പദവി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടന്നാൽ എന്റെ വിഷയം തീരൂല. മൂന്നാമത്തെ റൂഹ് അർവാഹുൽ മുതീന മിനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളിൽ നിന്നും അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവരുടെ റൂഹ. മുഅ്മിനീങ്ങളിൽ നിന്നും അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച സൽക്കർമ്മകാരികളായ സത്യവിശ്വാസികളുടെ റൂഹ. ആ റൂഹ് പിരിഞ്ഞ ഉടനെ എവിടെയാണ് അല്ലാഹു കൊണ്ടുപോകുന്നത്? ആ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുന്നത് മുഅ്മിനീങ്ങളുടെ റൂഹ് ഇദാ ഖറജത്തു മിൻ അജ്സാദിഹാ, അവരുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ പടവങ്കോട് പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കാമെന്ന് അടുത്തു താമസിക്കുന്നവൻ, അല്ലെങ്കിൽ പടവങ്കോട് പള്ളിയുടെ പരിസരത്തുള്ള ഒരു സഹോദരി കൃത്യമായി തലമറച്ചുകൊണ്ട് യാസീൻ ഓതിക്കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് നിസ്കരിക്കുന്നവളാണ്. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, കറകളഞ്ഞ വിശ്വാസം ഹൃദയത്തിന്റെ അകത്തുള്ള പെൺകുട്ടിയാണ്, ഉമ്മയാണ്, ഉപ്പയാണ്. എന്നാൽ അവര് മരണപ്പെടുമ്പോൾ അവർ